Good morning, my dear students. In this video, we'll discussing about the topic Internet Group Management Protocol, that is IGMP. ഈ IGMP എന്ന് പറയുന്നത് ഒരു മൾട്ടി കാസ്റ്റിംഗ് റൗട്ടിംഗ് പ്രോട്ടോക്കോളാണ്. എന്ന് വെച്ചാൽ ഈ IP പ്രോട്ടോക്കോൾസ് നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, യൂണികാസ്റ്റ് ആൻഡ് മൾട്ടി കാസ്റ്റ്. യൂണികാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സോഴ്സ് നിന്നും അല്ലെങ്കിൽ സോഴ്സും സെൻറ്ററും തമ്മിൽ സോഴ്സ് സെൻഡ് ചെയ്യുന്ന മെസ്സേജ് സെൻറ്ററിലേക്ക് എത്തിച്ചേരുന്നത്, അത് യൂണികാസ്റ്റ് ആണ്. മൾട്ടി കാസ്റ്റ് എന്ന് പറഞ്ഞാൽ സോഴ്സ് സെൻഡ് ചെയ്യുന്ന മെസ്സേജ് ആ നെറ്റ്വർക്സുമായി കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഡിവൈസുകളിലേക്കും എത്തിച്ചേരുന്നു. അതാണ് മൾട്ടി കാസ്റ്റിംഗ് അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റിംഗ് എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. ദി IP പ്രോട്ടോകോൾ ക്യാൻ ബി ഇൻവോൾവ് ടു ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, യൂണികാസ്റ്റിംഗ് ആൻഡ് മൾട്ടികാസ്റ്റിംഗ്. Unicasting is the communication between one sender and the one receiver. It is one-to-one communication. However, some processes sometimes need to send the same message to a large number of receivers simultaneously. This is called multicasting, which is a one-to-many communication. അപ്പോൾ യൂണികാസ്റ്റിംഗ് എന്ന് വെച്ചാൽ IP പ്രോട്ടോകോൾസിൽ രണ്ട് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, യൂണികാസ്റ്റിങ്ങും മൾട്ടികാസ്റ്റിങ്ങും. യൂണികാസ്റ്റിംഗ് എന്ന് വെച്ചാൽ വൺ-ടു-വൺ കമ്മ്യൂണിക്കേഷനാണ്. മൾട്ടികാസ്റ്റിംഗ് എന്ന് വെച്ചാൽ വൺ-ടു-മെനി കമ്മ്യൂണിക്കേഷൻ. മൾട്ടികാസ്റ്റിംഗ് ഹാസ് മെനി ആപ്ലിക്കേഷൻ. ഫോർ എക്സാമ്പിൾ, മൾട്ടിപ്പിൾ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് can simultaneously be informed of changes in a stock price, or travel agents can be informed of a planned cancellation. Some other applications include distance learning and video on demand. അതായത് മൾട്ടികാസ്റ്റിംഗ് നമുക്ക് എക്സാമ്പിൾ ഒരുപാടുണ്ട്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലൊക്കെ പഠിച്ച പോലെ തന്നെ മാപ്പിങ്ങിൻ്റെ കേസിലാണെങ്കിലും സോഴ്സ് സെൻഡ് ചെയ്യുന്ന ആ ഒരു പാക്കറ്റിൽ അതായത് ഡെസ്റ്റിനേഷൻ മിഷൻ്റെ IP അഡ്രസ്സ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ, അവരുടെ മാക് അഡ്രസ്സ് അറിയില്ല. അപ്പോൾ അവരെന്താ ചെയ്തുകൊണ്ടിരുന്നത്? സോഴ്സ് സെൻഡ് ചെയ്യുന്ന മെസ്സേജ് ഒരു മൾട്ടികാസ്റ്റിംഗ് ആണ് അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റിംഗ് ആണ്. എല്ലാ ഡെസ്റ്റിനേഷനിലും എല്ലാ ഹോസ്റ്റലിലും അത് എത്തിച്ചേരുന്നു. എന്നിട്ട് ആ IP അഡ്രസ്സുമായി മാച്ച് ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ ഡിവൈസ് മാത്രമേ തിരിച്ചൊരു യൂണികാസ്റ്റിംഗ് മെസ്സേജ് നൽകാറുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇതിന് ചെറിയൊരു എക്സാമ്പിളായിട്ട് പറയുന്നതാണ്. ദി ഇൻ്റർനെറ്റ് ഗ്രൂപ്പ് മാനേജ്മെൻറ്റ് പ്രോട്ടോകോൾ ഈസ് വൺ ഓഫ് ദി നെസസറി ബട്ട് നോട്ട് സഫിഷ്യൻറ്റ് പ്രോട്ടോകോൾ ദാറ്റ് ഈസ് ഇൻവോൾവ്ഡ് ഇൻ മൾട്ടികാസ്റ്റിംഗ്. ഇതൊരു ഇൻ്റർനെറ്റ് ഗ്രൂപ്പ് മാനേജ്മെൻറ്റ് പ്രോട്ടോകോൾ അത്ര നെസസറിയാണ്, പക്ഷേ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൾട്ടികാസ്റ്റിംഗ് അല്ല. IGMP ഈസ് എ കമ്പാനിയൻ ഇൻ ടു IP പ്രോട്ടോകോൾ. ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളുമായിട്ടുള്ള ചില കമ്പാരിസൺസ് ഒക്കെ ഈ IGMP ഇൻ്റർനെറ്റ് ഗ്രൂപ്പ് മാനേജ്മെൻറ്റ് പ്രോട്ടോകോൾസിന് ഉണ്ട്. ഇനി ഗ്രൂപ്പ് മാനേജ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ഫോർ മൾട്ടികാസ്റ്റിംഗ് ഇൻ ദി ഇൻ്റർനെറ്റ് വി നീഡ് റൗട്ടേഴ്സ് ദാറ്റ് ആർ ഏബിൾ ടു റൗട്ട് മൾട്ടികാസ്റ്റ് പാക്കറ്റ്. അപ്പം ഇൻ്റർനെറ്റിൽ നമ്മൾ റൗട്ടേഴ്സ് യൂസ് ചെയ്യാറുണ്ട് അല്ലേ, ഡിഫറെൻറ്റ് നെറ്റ്വർക്സുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി റൗട്ടേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. The routing table of this router must be updated by using one of the multicasting routing protocol. അപ്പോൾ ഓരോ റൗട്ടറും ആ റൗട്ടറിൻ്റെ കീഴിൽ വരുന്ന ഹോസ്റ്റുകളുടെ IP അഡ്രസ്സുകൾ തുടങ്ങിയ ഇൻഫർമേഷൻസ് ഒക്കെ കീപ്പ് ചെയ്യാറുണ്ട് അല്ലേ. അതിന് യൂസ് ചെയ്യുന്ന ആ ഒരു റൗട്ടിംഗ് ടേബിൾ അപ്ഡേറ്റ് ചെയ്യുന്നത് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ദിസ് മൾട്ടികാസ്റ്റിംഗ് റൗട്ടിംഗ് പ്രോട്ടോകോൾസ് വഴിയാണ്. IGMP ഈസ് നോട്ട് എ മൾട്ടികാസ്റ്റിംഗ് റൗട്ടിംഗ് പ്രോട്ടോകോൾ, ഇറ്റ് ഈസ് എ പ്രോട്ടോകോൾ ദാറ്റ് മാനേജസ് ഗ്രൂപ്പ് മെമ്പർഷിപ്പ്. IGMP എന്ന് പറയുന്നത് ഒരു മൾട്ടികാസ്റ്റിംഗ് റൗട്ടിംഗ് പ്രോട്ടോകോൾ അല്ല, പക്ഷേ ഇതൊരു പ്രോട്ടോകോളാണ്. അത് ഗ്രൂപ്പ് മെമ്പർഷിപ്പിനെയാണ് ഇത് മാനേജ് ചെയ്യുന്നത്. ഇൻ എനി നെറ്റ്വർക്ക് ദർ ആർ വൺ ഓർ മോർ മൾട്ടികാസ്റ്റ് റൗട്ടേഴ്സ് ദാറ്റ് ഡിസ്ട്രിബ്യൂട്ട് മൾട്ടികാസ്റ്റ് പാക്കറ്റ് ടു ഹോസ്റ്റ് ഓർ അതർ റൗട്ടേഴ്സ്. ഒരു നെറ്റ്വർക്സിൽ നമുക്ക് ഒന്നോ അതിലധികമോ റൗട്ടേഴ്സുകൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അങ്ങനെയുള്ള റൗട്ടേഴ്സിന് പറയുന്ന പേരാണ് മൾട്ടികാസ്റ്റ് റൗട്ടേഴ്സ്. അപ്പോൾ ഈ IGMP പ്രോട്ടോകോൾസ് ഗീവ്സ് ദി മൾട്ടികാസ്റ്റ് റൗട്ടിംഗ് ഇൻഫർമേഷൻസ് അബൌട്ട് ദി മെമ്പർഷിപ്പ് സ്റ്റാറ്റസ് ഓഫ് ഹോസ്റ്റ്, that is routers connected to the networks. അപ്പോൾ ഈ മൾട്ടികാസ്റ്റ് റൗട്ടേഴ്സ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഇൻഫർമേഷൻസ് അബൌട്ട് ദി മെമ്പർഷിപ്പ്, ഇൻഫർമേഷൻ അബൌട്ട് ദി മൾട്ടികാസ്റ്റ് റൗട്ടേഴ്സ് the information about the membership status of host connected to the network. അപ്പം ഈ IGMP പ്രോട്ടോകോൾ തരുന്നത് ഈ മൾട്ടികാസ്റ്റ് റൗട്ടേഴ്സ്, നമ്മൾ പറഞ്ഞു ഓരോ റൗട്ടേഴ്സിന് ഓരോ റൗട്ടിംഗ് ടേബിൾ ഉണ്ടാകും. ആ റൗട്ടിംഗ് ടേബിളിനെ അപ്ഡേറ്റ് ചെയ്യുന്നത് മൾട്ടികാസ്റ്റ് റൗട്ടിംഗ് പ്രോട്ടോകോൾ വഴിയാണ്. ഈ IGMP പ്രോട്ടോകോൾ തരുന്നത് ഈ മൾട്ടികാസ്റ്റ് റൗട്ടേഴ്സിൻ്റെ ഇൻഫർമേഷനാണ് അബൌട്ട് ദി മെമ്പർഷിപ്പ് സ്റ്റാറ്റസ് ഓഫ് ഹോസ്റ്റ് കണക്റ്റഡ് ടു ദി നെറ്റ്വർക്ക്. ആ നെറ്റ്വർക്കുമായി കണക്ട് ചെയ്തിട്ടുള്ള ഹോസ്റ്റുകളുടെ അല്ലെങ്കിൽ റൗട്ടേഴ്സിൻ്റെ ഒക്കെ മെമ്പർഷിപ്പ് സ്റ്റാറ്റസ് ഇൻഫർമേഷൻസ് ആണ് ഈ IGMP പ്രോട്ടോകോൾ നമുക്ക് തരുന്നത്. എ മൾട്ടികാസ്റ്റ് റൗട്ടർ മേ റിസീവ് തൗസൻഡ്സ് ഓഫ് മൾട്ടികാസ്റ്റ് പാക്കറ്റ്സ് എവറി ഡേ ഫോർ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ്.
അപ്പോൾ ഒരു റൗട്ടറിന് മറ്റുള്ള റൗട്ടേഴ്സിൽ നിന്ന് അല്ലെങ്കിൽ നെറ്റ്വർക്ക്സിൽ നിന്ന് തൗസൻഡ്സ് ഓഫ് മൾട്ടികാസ്റ്റ് പാക്കറ്റ്സുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. എന്തിന്? ആ നെറ്റ്വർക്ക്സ് ആ റൗട്ടറുമായി കണക്ട് ചെയ്തിട്ടുള്ള ഡിവൈസുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി. ഇഫ് എ റൗട്ടർ ഹാസ് നോ നോളേജ് അബൌട്ട് ദി മെമ്പർഷിപ്പ് സ്റ്റാറ്റസ് ഓഫ് ദി ഹോസ്റ്റ് ഇറ്റ് മസ്റ്റ് ബ്രോഡ്കാസ്റ്റ് ഓൾ ദിസ് പാക്കറ്റ്. അപ്പോൾ ഈ റൗട്ടറിന് അതുമായി കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഹോസ്റ്റുകളുടെ ഇൻഫർമേഷൻസ് ഇല്ല എങ്കിൽ ഈ വരുന്ന ഡേറ്റാഗ്രാംസ് പാക്കറ്റുകളെ ആ റൗട്ടറിൽ നിന്നും പർട്ടിക്കുലർ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിച്ചേർക്കാൻ ഇവർക്ക് സാധിക്കില്ല. ദിസ് ക്രിയേറ്റ് എ ലോട്ട് ഓഫ് ട്രാഫിക് ആൻഡ് കൺസ്യൂംസ് ബാൻഡ് വിത്ത്. അതുകൊണ്ട് എന്താ വരിക? ലോട്ട് ഓഫ് ട്രാഫിക്സ് പ്രോബ്ലംസ് ഉണ്ടാകുന്നു, ബാൻഡ് വിത്തിൻ്റെ കൺസ്യൂംസ് ഒക്കെ ഇവിടെ ഒക്യൂർ ചെയ്യുന്നു. എ ബെറ്റർ സൊല്യൂഷൻ ഈസ് ടു കീപ്പ് എ ലിസ്റ്റ് ഓഫ് ഗ്രൂപ്പ്സ് ഇൻ ദി നെറ്റ്വർക്ക് ഫോർ വിച്ച് ദർ ഈസ് അറ്റ്ലീസ്റ്റ് വൺ ലോയൽ മെമ്പർ. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സൊല്യൂഷൻ എന്ന് വെച്ചാൽ ഓരോ റൗട്ടറിൻ്റെയും കീഴിലുള്ള നെറ്റ്വർക്ക് ആ റൗട്ടറുമായി കണക്ട് ചെയ്തിട്ടുള്ള ഹോസ്റ്റുകളിൽ നിന്നും ഒരു ഹോസ്റ്റിനെ ഒരു ലോയൽ മെമ്പറാക്കി സെറ്റ് ചെയ്ത് വെക്കുക. ആ ഹോസ്റ്റിലായിരിക്കും, ദാറ്റ് മീൻസ് ഒരു സെർവർ, ആ റൗട്ടറിൽ കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഡിവൈസുകളുടെ ഇൻഫർമേഷൻ ആ സെർവറിലുണ്ടാകും. ആ ഒരു സെർവർ അല്ലെങ്കിൽ ആ ഹോസ്റ്റിന് പറയുന്ന പേരാണ് ലോയൽ മെമ്പർ എന്ന്. IGMP ഹെൽപ്സ് ദി മൾട്ടികാസ്റ്റ് റൗട്ടിംഗ് ക്രിയേറ്റ് ആൻഡ് അപ്ഡേറ്റ് ദി ലിസ്റ്റ്. അപ്പോൾ ഈ IGMP പ്രോട്ടോക്കോൾ ഈ ലോയൽ മെമ്പറിൽ കീപ്പ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസിനെ, അതായത് മൾട്ടികാസ്റ്റ് റൗട്ടറിൻ്റെ അകത്തുള്ള ഈ ലോയൽ മെമ്പറിൽ കീപ്പ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസിനെ അപ്ഡേറ്റ് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നു. ഇനി അടുത്തതാണ് IGMP മെസ്സേജസ് എന്ന് പറയുന്നത്. IGMP ഹാസ് ഗോൺ ത്രൂ 2 വേർഷൻസ്. 2 വേർഷൻസ് ആണ് ഉള്ളത്. IGMP വേർഷൻ 2, ദി കറൻറ്റ് വേർഷൻ IGMP വേർഷൻ 2 ഹാസ് 3 ടൈപ്സ് ഓഫ് മെസ്സേജ്. നമ്മൾ യൂസ് ചെയ്യുന്നത് IGMP വേർഷൻ 2 ആണ്. ഇതാണ് കറൻറ്റ് ആയിട്ടുള്ള വേർഷന്. ഇതിന് 3 ടൈപ്സ് ഓഫ് മെസ്സേജസ് ഉണ്ട്. ഇത് ക്വറി, മെമ്പർഷിപ്പ് റിപ്പോർട്ട് ആൻഡ് ലീവ് റിപ്പോർട്ട്. ദർ ആർ 2 ടൈപ്സ് ഓഫ് ക്വറി മെസ്സേജ്, ജനറൽ ആൻഡ് സ്പെഷ്യൽ. അപ്പം IGMP മെസ്സേജ് ടൈപ്സിൽ നമ്മൾ ഈ ഓൾറെഡി കുറേ മെസ്സേജുകൾ എന്താണെന്ന് പ്രീവിയസ് ക്ലാസ്സിൽ ICMPയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൂടാതെ IGMPക്കകത്ത് 3 ടൈപ്സുകളുണ്ട്. കൊറി മെസ്സേജാണിത്. 3 ടൈപ്സുകളാണുള്ളത്. ഒന്നാമത്തത് കൊറി മെസ്സേജ്, രണ്ടാമത്തത് മെമ്പർഷിപ്പ് റിപ്പോർട്ട് ആൻഡ് ലീവ് റിപ്പോർട്ട്. കൊറി മെസ്സേജ്, മെമ്പർഷിപ്പ് റിപ്പോർട്ട് ആൻഡ് ലീവ് റിപ്പോർട്ട്. ഇനി ഈ കൊറി മെസ്സേജസിനെ നമ്മൾ ജനറൽ എന്നും സ്പെഷ്യൽ എന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മെസ്സേജ് ഫോമാറ്റാണ് IGMPയുടെ വേർഷൻ 2വിൻ്റെ മെസ്സേജ് ഫോമാറ്റാണ് ഇവിടെ കാണിക്കുന്നത്. ആദ്യത്തത് ടൈപ്പ്, നമുക്കറിയാം ഏത് ടൈപ്പ് ഓഫ് മെസ്സേജസ് ആണ് അല്ലേ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ മാക്സിമം റെസ്പോൺസ് ടൈം, അതായത് നമ്മൾ ഈ റൗട്ടറിൽ നിന്നും അല്ലെങ്കിൽ സെൻറ്റർ സെൻഡ് ചെയ്യുന്ന മെസ്സേജ് ഇന്ന ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരാൻ വേണ്ടി ഒരു ടൈം കൗണ്ട് സെൻഡ് ചെയ്ത് വെക്കും, ടൈം ടു ലീവ്. ആ ടൈമിനുള്ളിൽ റെസ്പോൺസ് വന്നിട്ടില്ല എങ്കിൽ നമ്മൾ കരുതുന്നത് എന്താണ്, ആ പാക്കറ്റ് അവിടെ എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളതാണ്. അതാണ് മാക്സിമം റെസ്പോൺസ് ടൈം സെറ്റ് ചെയ്ത് വെക്കുക. ചെക്ക് സം ഫോർ എറർ കറക്ഷൻ ആണ്. ഗ്രൂപ്പ് അഡ്രസ് ഇൻ മെമ്പർഷിപ്പ് ആൻഡ് ലീവ് റിപ്പോർട്ട് ആൻഡ് സ്പെഷ്യൽ ക്വറി, ഓൾ സീറോസ് ഇൻ ജനറൽ ക്വറി. ഇവിടെ ഒന്നുകൂടെ നോക്കാം. ടൈപ്പ് എന്ന് പറയുന്നത് ദിസ് 8-bit വിൽ ഡിഫൈൻ ദി ടൈപ്പ് ഓഫ് മെസ്സേജ്. ദി വാല്യൂ ഓഫ് ദി ടൈപ്പ് ഇസ് ഷോൺ ഇൻ ബോത്ത് ഹെക്സാഡെസിമൽ ആൻഡ് ബൈനറി നൊട്ടേഷനിലും റെപ്രസെൻറ്റ് ചെയ്യുന്നു. മാക്സിമം റെസ്പോൺസ് ടൈം എന്ന് വെച്ചാൽ ഇത് 8-bit ഫീൽഡാണ്. ദാറ്റ് ഡിഫൈൻസ് ദി എമൗണ്ട് ഓഫ് ടൈം ഇൻ വിച്ച് എ ക്വറി മസ്റ്റ് ബി ആൻസേർഡ്. ദി വാല്യൂ ഈസ് ഇൻ tens of second. ഫോർ എക്സാമ്പിൾ, ഇഫ് ദി വാല്യൂ ഈസ് 100 ഇറ്റ് മീൻസ് tens. If the value is non-zero in the query message, it is set to 0 in the other 2 messages types. അതായത് മാക്സിമം റെസ്പോൺസ് ടൈം സെറ്റ് ചെയ്ത് വെക്കുന്നു എന്നാണ് അർത്ഥം. അടുത്തത് ചെക്സം ആണ്. ഫോർ ബിറ്റ് ക്യാരിങ് ദി ചെക്സം, ദി ചെക്സം ഈസ് കാൽക്കുലേറ്റഡ് ഓവർ ദി 8-bit മെസ്സേജ്. ഓക്കെ. ഗ്രൂപ്പ് അഡ്രസ്, ദി വാല്യൂ ഓഫ് ദിസ് ഫീൽഡ് ഈസ് 0 ഫോർ എ ജനറൽ ക്വറി മെസ്സേജ്. ദി വാല്യൂ ഡിഫൈൻസ് ദി ഗ്രൂപ്പ് ID, മൾട്ടികാസ്റ്റ് അഡ്രസ് ഓഫ് ദി ഗ്രൂപ്പ് ഇൻ ദി സ്പെഷ്യൽ ക്വറി, ദി മെമ്പർഷിപ്പ് റിപ്പോർട്ട് ആൻഡ് ലീവ് റിപ്പോർട്ട് മെസ്സേജസ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ജോയിനിങ് ഗ്രൂപ്പ്, ലീവിങ് എ ഗ്രൂപ്പ് ആൻഡ് മോണിറ്ററിങ് ആൻഡ് മെമ്പർഷിപ്പിംഗ്, ഡിലേഡ് റെസ്പോൺസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം എന്താണ് ലീവിങ് റിപ്പോർട്ട് എന്നൊക്കെ. ഓക്കെ. അപ്പോൾ ജനറൽ IGMP ഓപ്പറേഷൻ്റെ അകത്ത് വരുന്നതാണ് ഈ എന്തൊക്കെ എന്താണ് ഈ സ്പെഷ്യൽ ക്വറീസ്, അതായത് ലീവിങ് റിപ്പോർട്ട് മെസ്സേജസ്, മെമ്പർഷിപ്പ് റിപ്പോർട്ട് എന്നുള്ളത്. അതെന്തോ ഒന്ന് നോക്കാം. IGMP ഓപ്പറേറ്റ്സ് ലോക്കലി. എ മൾട്ടികാസ്റ്റ് റൗട്ടർ കണക്റ്റഡ് ടു എ നെറ്റ്വർക്ക് ഹാസ് എ ലിസ്റ്റ് ഓഫ് മൾട്ടികാസ്റ്റ് അഡ്രസ് ഓഫ് ദി ഗ്രൂപ്പ് വിത്ത് അറ്റ്ലീസ്റ്റ് 1 ലോയൽ മെമ്പർ ഇൻ ദാറ്റ് നെറ്റ്വർക്ക്. ഫോർ ഈച്ച് ഗ്രൂപ്പ് ദർ ഈസ് 1 റൗട്ടർ ദാറ്റ് ഹാസ് ദി ഡ്യൂട്ടി ഓഫ് ദി ഡിസ്ട്രിബ്യൂട്ടിംഗ് multicast packet destined for that group. This means that if there are 3 multicast routers connected to a network, their list of group IDs are mutually exclusive. അതായത് IGMP ഓപ്പറേറ്റ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ
multicast routers connected to a network has a list of multicast address of the group with at least one loyal member in that network. അപ്പോൾ എന്തൊക്കെയാണുള്ളത്? ഒരുപാട് നെറ്റ്വർക്ക്സുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി റൗട്ടേഴ്സുകളുണ്ട്. അപ്പോൾ ഒരു റൗട്ടർ ഉണ്ടാകും, അതിന് പറയുന്ന പേരാണ് മൾട്ടികാസ്റ്റ് റൗട്ടിംഗ് എന്ന് പറയുന്നത്. ആ റൗട്ടറിൻ്റെ അകത്ത് ഒരു ലോയൽ മെമ്പർ ഉണ്ടാകും. ആ ലോയൽ മെമ്പർ ആയിരിക്കും ആ മൾട്ടികാസ്റ്റ് റൗട്ടേഴ്സുമായി കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഹോസ്റ്റുകളുടെയും ഇൻഫർമേഷൻ കീപ്പ് ചെയ്യുന്നത്. ഫോർ ഈച്ച് ഗ്രൂപ്പ് ദർ ഈസ് വൺ റൗട്ടർ ദാറ്റ് ഹാസ് ദി ഡ്യൂട്ടി ഓഫ് ഡിസ്ട്രിബ്യൂട്ടിംഗ് മൾട്ടികാസ്റ്റ് പാക്കറ്റ് ഡെസ്റ്റിംഗ് ഫോർ ദാറ്റ് ഗ്രൂപ്പ്. അപ്പോൾ ഓരോ ഗ്രൂപ്പിലും ഒരു റൗട്ടർ ഉണ്ടാകും അല്ലേ? ആ റൗട്ടറിൻ്റെ ഡ്യൂട്ടിയാണ് മൾട്ടികാസ്റ്റ് പാക്കറ്റ് ആ ഗ്രൂപ്പിലേക്ക് എത്തിച്ചേർക്കുക എന്നുള്ളത്. This means that if there are 3 multicast routers connected to a network, the list of group IDs are mutually exclusive. അതായത് ഒരു നെറ്റ്വർക്ക്സിൽ 3 റൗട്ടേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക, R1, R2, R3. അപ്പോൾ ഈ R1 എന്ന് പറയുന്ന റൗട്ടറിൻ്റെ അകത്ത് ഒരു ലോയൽ നെറ്റ്വർക്ക് ഉണ്ടാകും അല്ലേ? R2 എന്ന് പറയുന്ന റൗട്ടറിൻ്റെ അകത്ത് ഒരു ലോയൽ നെറ്റ്വർക്ക് ഉണ്ടാകും. R3കകത്തും ഒരു ലോയൽ നെറ്റ്വർക്ക് ഉണ്ടാകും. ഈ ലോയൽ നെറ്റ്വർക്കാണ് ആ റൗട്ടറുമായി കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഡിവൈസുകളുടെയും ഇൻഫർമേഷൻസ് കീപ്പ് ചെയ്യുന്നത്. ഇപ്പം R1 എന്ന് പറയുന്ന റൗട്ടറിൻ്റെ കീഴിലുള്ള ഒരു നെറ്റ്വർക്കിൽ നിന്നും ഒരു ഡാറ്റാഗ്രാം ദെൻ R2വിൻ്റെ കീഴിലുള്ള ഒരു നെറ്റ്വർക്കിലേക്ക് എത്തിച്ചേർക്കണമെങ്കിൽ R1 റൗട്ടറിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ് R1ൽ നിന്നും ആ ഡാറ്റാഗ്രാം പാക്കറ്റ് R2വിൽ എത്തിച്ചേർക്കുക എന്നുള്ളത്. R2വിൽ ആ ഡാറ്റാഗ്രാം എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ലോയൽ നെറ്റ്വർക്ക്സിൽ കീപ്പ് ചെയ്തുള്ള ഇൻഫർമേഷൻസ് നോക്കി ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് IP അഡ്രസ്സ് വിത്ത് കറസ്പോണ്ടിങ് മാർക്ക് അഡ്രസ്സ് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം, കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഈ മൾട്ടികാസ്റ്റിംഗ് റൗട്ടിംഗ് കൊണ്ടുവന്നിട്ടുള്ള പാക്കറ്റ് ലോയൽ നെറ്റ്വർക്ക്സിൻ്റെ ഡീറ്റെയിൽസ് നോക്കി പർട്ടിക്കുലർ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിച്ചേർക്കുന്നു. ഓക്കെ, ഇനി ഇതിലെങ്ങനെയാണ് ഓരോ ഗ്രൂപ്പിലേക്കും മൾട്ടികാസ്റ്റിംഗ് ആണെന്ന് പറയുന്നു. അതിൻ്റെ അകത്ത് എങ്ങനെയാണ് ജോയിനിങ് എ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പിൻ്റെ അകത്ത് ഒരു റൗട്ടറിൻ്റെ കീഴിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എ ഹോസ്റ്റ് ഓർ റൗട്ടർ ക്യാൻ ജോയിൻ എ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പിലേക്ക് ഒരു ഹോസ്റ്റിനോ റൗട്ടറിനോ ജോയിൻ ചെയ്യാം. എ ഹോസ്റ്റ് മെയിൻറ്റെയിൻ ലിസ്റ്റ് ഓഫ് പ്രോസസ് ദാറ്റ് ഹാസ് മെമ്പർഷിപ്പ് ഇൻ എ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പിൻ്റെ അകത്ത് ചേരണമെങ്കിൽ ഹോസ്റ്റിൽ ഒരു ലിസ്റ്റ് ഓഫ് പ്രോസസ്സുകൾ ഉണ്ട്. വെൻ എ പ്രോസസ് വാണ്ട് ടു ജോയിൻ എ ന്യൂ ഗ്രൂപ്പ് ഇറ്റ് സെൻഡ് ഇറ്റ്സ് റിക്വസ്റ്റ് ടു ദി ഹോസ്റ്റ്. ഫസ്റ്റ് അവരെന്ത് ചെയ്യണം? ഒരു റിക്വസ്റ്റ് ആ ഹോസ്റ്റിൽ നിന്നും സെൻഡ് ചെയ്യുക. ഓക്കെ, ഒരു ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഒരു റിക്വസ്റ്റ് ആ ഗ്രൂപ്പിലേക്ക് അയക്കണം. ദി ഹോസ്റ്റ് ആഡ് ദി നെയിം ഓഫ് ദി പ്രോസസ് ആൻഡ് നെയിം ഓഫ് ദി റിക്വസ്റ്റഡ് ഗ്രൂപ്പ് ടു ഇറ്റ് സ്ലിപ്പ്. അപ്പോൾ ഈ ഹോസ്റ്റ് ഏതാണ്? നമ്മുടെ ലോയൽ മെമ്പറാണ്. ആ ലോയൽ മെമ്പർ റിക്വസ്റ്റ് വന്നിട്ടുള്ള ആ ഒരു പ്രോസസ്സിനെ എന്താ ചെയ്യുക? ഹോസ്റ്റലിൽ നിന്ന് ഡിവൈസിൽ നിന്ന് റിക്വസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ആ റിക്വസ്റ്റ് നോക്കി ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. ഇഫ് ദിസ് ഈസ് ദി ഫസ്റ്റ് എൻട്രി ഫോർ ദിസ് പർട്ടിക്കുലർ ഗ്രൂപ്പ് ഇത് ഹോസ്റ്റ് സെൻഡ് എ മെമ്പർഷിപ്പ് റിപ്പോർട്ട് മെസ്സേജ്. അപ്പോൾ ഇത് ആദ്യത്തെ ജോയിനിങ് റിക്വസ്റ്റ് ആണെങ്കിൽ ഹോസ്റ്റ് എന്നാ ചെയ്യുന്നത്? ഒരു മെമ്പർഷിപ്പ് റിപ്പോർട്ട് മെസ്സേജ് സെൻഡ് ചെയ്യും. ഇഫ് ദിസ് ഈസ് നോട്ട് ദി ഫസ്റ്റ് എൻട്രി ദർ ഈസ് നോ നീഡ് ടു സെൻഡ് ദി മെമ്പർഷിപ്പ് റിപ്പോർട്ട് സിൻസ് ദി ഹോസ്റ്റ് ഈസ് ഓൾറെഡി എ മെമ്പർ ഓഫ് ദി ഗ്രൂപ്പ്. ഇതാ ഫസ്റ്റ് ഇവരൊന്ന് ജോയിൻ ചെയ്തു, വീണ്ടും ലീവ് ചെയ്ത് പോയിട്ട് വീണ്ടും ജോയിൻ ചെയ്യുന്ന സിറ്റുവേഷൻ വരുവാണെങ്കിൽ അവർക്ക് മെമ്പർഷിപ്പ് റിപ്പോർട്ട് മെസ്സേജ് തിരിച്ച് ഈ ഒരു ലോയൽ നെറ്റ്വർക്ക് സെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഓൾറെഡി അവരവിടെ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളവരാണ്. ഇറ്റ് ഓൾറെഡി റിസീവ് മൾട്ടികാസ്റ്റ്, അങ്ങനെ എടുത്തിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് എന്താ ചെയ്യുക? ഈ മൾട്ടികാസ്റ്റിംഗ് പാക്കറ്റ്സുകൾ അവർക്ക് എത്തിച്ചേരും. ദി പ്രോട്ടോകോൾ റിക്വയർഡ് ദാറ്റ് ദി മെമ്പർഷിപ്പ് റിപ്പോർട്ട് ബി സെൻഡ് ട്വൈസ്, വൺ ആഫ്റ്റർ ദി അതർ വിത്തിൻ ഫ്യൂ മൊമെൻറ്റ്സ്. ഇൻ IGMP എ മെമ്പർഷിപ്പ് റിപ്പോർട്ട് ഈസ് സെൻഡ് ട്വൈസ്, വൺ ആഫ്റ്റർ ദി അതർ. ഈ IGMPയിൽ ഈ മെമ്പർഷിപ്പ് റിപ്പോർട്ട് 2 പ്രാവശ്യം സെൻഡ് ചെയ്യുന്നു, ഒന്നിന് പുറകെ മറ്റൊന്നായിട്ട് ഇത് സെൻഡ് ചെയ്യുന്നു. ഇത്രയുമുള്ളൂ. നമുക്കൊരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മളെന്താ ചെയ്യുക? ആദ്യമേ ഒരു റിക്വസ്റ്റ് കൊടുക്കും. റിക്വസ്റ്റ് കൊടുത്തതിന് ശേഷം അവരെന്താ ചെയ്യുക? നമ്മളെ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ കുഴപ്പമില്ല എങ്കിൽ ആ ഗ്രൂപ്പിൽ നിന്നും ഒരു മെമ്പർഷിപ്പ് റിപ്പോർട്ട് മെസ്സേജ് നമുക്ക് കിട്ടും. സപ്പോസ് നമ്മൾ ഓൾറെഡി ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു, ചില കാരണങ്ങൾ കൊണ്ട് ആ ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ ലീവ് ചെയ്തു പോന്നു. ഓക്കെ, വീണ്ടും നമുക്ക് ആ ഗ്രൂപ്പിൽ തന്നെ ജോയിൻ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നു. ആ സമയത്ത് തിരിച്ചവിടെ നിന്ന് ഒരു മെമ്പർഷിപ്പ് റിപ്പോർട്ട് നമുക്ക് വരത്തില്ല, കാരണം ഓൾറെഡി നമ്മൾ ആ ഗ്രൂപ്പിൽ മെമ്പർ ആയിരുന്നുകൊണ്ട്. ഓക്കെ, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ അതിൻ്റെ അകത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിലേക്ക് എത്തിച്ചേരേണ്ട പാക്കറ്റുകളൊക്കെ, ഡാറ്റാഗ്രാം പാക്കറ്റുകളൊക്കെ ഈ മൾട്ടികാസ്റ്റ് റൗട്ടിംഗ് വഴി നമ്മളിലേക്ക് എത്തിച്ചേരുന്നു. ഇതാണ് ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള പ്രൊസീജിയർ. ഇനി ഗ്രൂപ്പിൽ നിന്ന് ലീവ് ചെയ്യാൻ പോവുകയാണ്, എങ്ങനെയാണെന്ന് നോക്കാം. വെൻ എ ഹോസ്റ്റ് സീസ് ദാറ്റ് നോ പ്രോസസ് ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ എ സ്പെസിഫിക് ഗ്രൂപ്പ് ഇറ്റ് സെൻഡ് എ ലീവ് റിപ്പോർട്ട്. അപ്പോൾ ഒരു ഹോസ്റ്റ്
ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞു, പക്ഷേ ആ ഗ്രൂപ്പിലായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി സ്പെസിഫിക് പ്രോസസ്സുകളൊന്നും നടക്കുന്നില്ല എങ്കിൽ അയാൾക്ക് ആ ഗ്രൂപ്പിൽ നിന്ന് ലീവ് ചെയ്യണം. സിമിലർലി വെൻ എ റൗട്ടർ സീസ് ദാറ്റ് നൺ ഓഫ് ദി നെറ്റ്വർക്ക് കണക്റ്റഡ് ടു ഇറ്റ്സ് ഇൻ്റർഫേസ് ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ സ്പെസിഫിക് ഗ്രൂപ്പ് ഇറ്റ് സെൻഡ് എ ലീവ് റിപ്പോർട്ട് അബൌട്ട് ദാറ്റ് ഗ്രൂപ്പ്. അതുപോലെ തന്നെ റൗട്ടറും ആ നെറ്റ്വർക്കിലേക്ക് ജോയിൻ ചെയ്തായിരുന്നു, പക്ഷേ അവിടെ ഇൻട്രസ്റ്റിംഗ് പ്രോസസ്സുകളൊന്നും നടക്കുന്നില്ല എങ്കിൽ തിരിച്ച് ആ റൗട്ടേഴ്സിന് ലീവ് ചെയ്യണമെങ്കിൽ ഏത് റിപ്പോർട്ട് കൊടുക്കണം? ലീവ് റിപ്പോർട്ട് കൊടുക്കണം. However, when a multicast router receives a leave report, it cannot immediately poach that group from its list because the report comes from just one host or router. There are maybe other hosts or routers that are still interested in that group. To make sure, the router send a special query message and insert the group ID or multicast address related to the group. The router allows a specified time for any host or router to respond. If during this time no interested is received, the router assumes that there are no loyal members in the network and purges the group from its list. അതായത് ഒരു മൾട്ടികാസ്റ്റ് റൗട്ടർ ഒരു ലീവ് റിപ്പോർട്ട് റിസീവ് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പം പെട്ടെന്ന് തന്നെ ആ ഗ്രൂപ്പിൽ നിന്നും അവർക്ക് ലീവ് റിപ്പോർട്ട് നൽകാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? മേ ബി ആ ഹോസ്റ്റ് ഒരു ലോയൽ നെറ്റ്വർക്ക്സ് ആയിരിക്കാം, അതല്ലെങ്കിൽ ആ ഹോസ്റ്റ് ഒരു മൾട്ടികാസ്റ്റ് റൗട്ടിംഗ് ആയിരിക്കാം. ആ റൗട്ടറിൻ്റെ കീഴിൽ ഒരുപാട് നെറ്റ്വർക്ക്സ്, ഒരുപാട് ഹോസ്റ്റുകൾ കണക്ട് ചെയ്തിട്ടുണ്ടാകാം. അങ്ങനെയുള്ള കേസിൽ പെട്ടെന്ന് ആ റൗട്ടറിനെ അവിടുന്ന് ലീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ഡിവൈസുകളെയൊക്കെ അത് അഫക്റ്റ് ചെയ്യും, അല്ലേ? അപ്പോൾ അങ്ങനെ എന്താ ചെയ്യുക? അതർ ടു മേക്ക് ഷുവർ ഇത് റൗട്ടർ സെൻഡ് എ സ്പെഷ്യൽ query message and insert the query group ID multicast address related to the group. അപ്പോൾ ഇങ്ങനെ സെൻഡ് ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യുക? റൗട്ടർ ഒരു സ്പെഷ്യൽ ക്വറി സെൻഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഗ്രൂപ്പ് ID ഉണ്ടാകും, മൾട്ടികാസ്റ്റ് അഡ്രസ്സിംഗ് ഉണ്ടാകും, തുടങ്ങിയ ആ ഗ്രൂപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഉണ്ടാകും. റൗട്ടർ അലൗസ് എ സ്പെസിഫൈഡ് ടൈം ഫോർ എനി ഹോസ്റ്റ് ഓർ റൗട്ടർ ടു സെൻഡ്. അപ്പോൾ എന്താ ചെയ്യുക? ഈ റൗട്ടർ ഒരു സ്പെസിഫൈഡ് ടൈം വരെ വെയിറ്റ് ചെയ്യും. ഹോസ്റ്റിന് അല്ലെങ്കിൽ റൗട്ടേഴ്സിന് ഒരു മെസ്സേജ് സെൻഡ് ചെയ്തതിന് ശേഷം വെയിറ്റ് ചെയ്യും. ആ വെയിറ്റിംഗ് പീരീഡ് അവരൊരു ടൈം സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ടൈമിനുള്ളിൽ അവരുടെ ഇൻട്രസ്റ്റ്, അതായത് മെമ്പർഷിപ്പ് റിപ്പോർട്ട് നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറയുന്ന ഒരു മെസ്സേജാണ് വരുന്നതെങ്കിൽ റൗട്ടർ അസ്യൂം ദാറ്റ്, അല്ലെങ്കിൽ മെസ്സേജ് വന്നില്ല എങ്കിൽ റൗട്ടർ എന്താ ചെയ്യുക? ദർ ആർ നോ ലോയൽ മെമ്പേഴ്സ് ഇൻ ദി നെറ്റ്വർക്ക് ആൻഡ് പുട്സ്. അപ്പോൾ ഇങ്ങനെ ഒരു റൗട്ടർ ഈ ഒരു മെസ്സേജ് പർട്ടിക്കുലർ മൾട്ടികാസ്റ്റ് റൗട്ടറിലേക്ക് അയക്കുകയാണ്. മൾട്ടികാസ്റ്റ് റൗട്ടറിൽ നിന്നും ഫുൾ ഇൻഫർമേഷൻസ് ഒക്കെ കീപ്പ് ചെയ്തിരിക്കുന്ന ലോയൽ മെമ്പറാണ്. ആ ലോയൽ മെമ്പറിലേക്ക് ഒരു മെസ്സേജ് അയക്കുന്നു, നിങ്ങളുടെ ഗ്രൂപ്പ് ID ഇതാണ്, പിന്നെ നിങ്ങളുടെ ഗ്രൂപ്പിൻ്റെ കീഴിൽ ഇത്ര മെമ്പേഴ്സ് ഉണ്ട് തുടങ്ങിയ ഇൻഫർമേഷൻസ് ഒക്കെ അയക്കുന്നു. തിരിച്ച് ആ ലോയൽ മെമ്പറിൽ നിന്നും ഒരു റെസ്പോൺസ് വന്നില്ല എങ്കിൽ റൗട്ടർ അസ്യൂം ചെയ്യും പർട്ടിക്കുലർ റൗട്ടേഴ്സ്, മൾട്ടികാസ്റ്റ് റൗട്ടറിൻ്റെ കീഴിൽ ലോയൽ മെമ്പർ എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്ക് ഇല്ല എന്നുള്ള. മനസ്സിലായോ? അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, ആ ഒരു റൗട്ടേഴ്സിനെ അവിടെ നിന്നും ലീവ് റിപ്പോർട്ട് കൊടുക്കുന്നതിന് ഇഷ്യൂ ഒക്കർ ചെയ്യുന്നില്ല. അടുത്താണ് മോണിറ്ററിങ് ദി മെമ്പർഷിപ്പ്. എ ഹോസ്റ്റ് ഓർ റൗട്ടർ ക്യാൻ ജോയിൻ എ ഗ്രൂപ്പ് ബൈ സെൻഡിങ് എ മെമ്പർഷിപ്പ് റിപ്പോർട്ട് മെസ്സേജ്. ജോയിൻ ചെയ്യണമെങ്കിൽ ഒരു മെമ്പർഷിപ്പ് റിപ്പോർട്ട് മെസ്സേജ് സെൻഡ് ചെയ്യും. ഇറ്റ് ക്യാൻ ലീവ് ഗ്രൂപ്പ് ബൈ സെൻഡിങ് എ ലീവ് റിപ്പോർട്ട്. ലീവ് ചെയ്യണമെങ്കിൽ ഏത് മെസ്സേജ് എടുക്കുക? ലീവ് റിപ്പോർട്ട് മെസ്സേജ്. ജോയിനിങ് ചെയ്യണമെങ്കിൽ മെമ്പർഷിപ്പ് റിപ്പോർട്ടും, ഗ്രൂപ്പിൽ നിന്ന് ലീവ് ചെയ്യണമെങ്കിൽ ലീവ് റിപ്പോർട്ട് മെസ്സേജ് എടുക്കും. However, sending these two types of report is not enough. Consider the situation in which there is only one host interested in a group, but the host is shut down or removed from the system. The multicast router will never receive a leave report. How is this handled? The multicast router is responsible for monitoring all the hosts or routers in a LAN to see if they want to continue for membership in a group. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ മെമ്പർഷിപ്പ് റിപ്പോർട്ടും ജോയിൻ ചെയ്യാൻ വേണ്ടി അതുപോലെ തന്നെ ലീവ് ചെയ്യാൻ വേണ്ടി ലീവ് റിപ്പോർട്ടും ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ സെൻഡിങ് ദിസ് ടു ടൈപ്സ് ഓഫ് റിപ്പോർട്ട് ഇനഫ്. ഇത്രയും ഈ രണ്ട് മെസ്സേജ് മാത്രം സെൻഡ് ചെയ്താൽ പോരാ. ഒരു സിറ്റുവേഷൻ ഒക്കറിയാണ്. there is only one host interested in a group. Okay, only one host interested in a group. ഒരു ഗ്രൂപ്പിൽ ഒരു ഹോസ്റ്റ് ജോയിൻ ചെയ്യാൻ വേണ്ടി ഇൻട്രസ്റ്റ് ചെയ്തു. ബട്ട് ദി ഹോസ്റ്റ് ഈസ് ഷട്ട് ഡൗൺ ഓർ റിമൂവ് ഫ്രം ദി സിസ്റ്റം. പക്ഷേ ആ ഹോസ്റ്റ് ഷട്ട് ഡൗൺ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ നെറ്റ്വർക്കിൽ നിന്ന് റിമൂവ് ആവുകയോ ചെയ്തു. ദി മൾട്ടികാസ്റ്റ് റൗട്ടർ വിൽ നെവർ റിസീവ് എ ലീവ് റിപ്പോർട്ട്. അപ്പോൾ ഈ മൾട്ടികാസ്റ്റ് റൗട്ടറിന് എന്താ പറ്റുക? ഈ മൾട്ടികാസ്റ്റ് റൗട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു റൗട്ടറും അതിൻ്റെ കീഴിൽ ഒരുപാട് നെറ്റ്വർക്കും ഉണ്ട്. ഈ റൗട്ടറിന് പറയുന്ന പേരാണ് മൾട്ടികാസ്റ്റ് റൗട്ടിംഗ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഹോസ്റ്റ് ഈ മൾട്ടികാസ്റ്റ് റൗട്ടറിലേക്ക് ജോയിൻ ചെയ്യാനുള്ള റിക്വസ്റ്റ് വന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ ഹോസ്റ്റ് റിക്വസ്റ്റ് വന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ ഹോസ്റ്റ് ഷട്ട് ഡൗൺ പോവുകയോ അല്ലെങ്കിൽ അതിൽ നിന്ന് റിമൂവ് ആവുകയോ ചെയ്തു പോയി. അപ്പോൾ മൾട്ടികാസ്റ്റ് റൗട്ടർ നെവർ റിമൂവ് ആവുകയോ ചെയ്തു പോയെങ്കിൽ ഇത് ജോയിൻ ചെയ്തതിന് ശേഷം ആ ഹോസ്റ്റിൽ നിന്ന് ഒരു ലീവ് റിപ്പോർട്ട് വന്നിട്ടില്ല.
അല്ലേ? ഹൗ ഈസ് ഇറ്റ് ഹാൻഡിൽ, എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ, മൾട്ടികാസ്റ്റ് റൗട്ടർ ഈസ് റെസ്പോൺസിബിൾ ഫോർ മോണിറ്ററിങ് ഓൾ ദി ഹോസ്റ്റർ റൗട്ടേഴ്സ് ഇൻ എ ലാൻ ടു സി ഇഫ് ദേ വാണ്ട് ടു കണ്ടിന്യൂ ദെയർ മെമ്പർഷിപ്പ് ഇൻ എ ഗ്രൂപ്പ്. അതായത് മൾട്ടികാസ്റ്റ് റൗട്ടറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഒരു ഹോസ്റ്റ് അല്ലെങ്കിൽ റൗട്ടേഴ്സ്, ഒരു ലാൻഡിൻ്റെ കീഴിലുള്ള ഹോസ്റ്റ് റൗട്ടേഴ്സിനെ മോണിറ്ററിങ് ചെയ്തിട്ട് ഇഫ് ദേ വാണ്ട് ടു കണ്ടിന്യൂ ദെയർ മെമ്പർഷിപ്പിൻ്റെ ഗ്രൂപ്പ്, അവർ ആ ഒരു ഗ്രൂപ്പിൽ മെമ്പർഷിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ഒരു ടൈം ക്വാണ്ടം വെച്ച്, ഇപ്പോൾ വിത്തിൻ 125 സെക്കൻഡ്സ്, ഇത്രയും സെക്കൻഡ്സിനുള്ളിൽ ഇത്രയും ടൈംസ് എന്ന് വെച്ചാൽ ഒരു ടൈം പീരീഡിനുള്ളിൽ അവർ കണ്ടിന്യൂസ് ആയിട്ട് ഈ ലാനുമായി കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഹോസ്റ്റുകളിലെയും റൗട്ടേഴ്സിനെയും കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്ററിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ മൾട്ടി കാസ്റ്റിംഗ് റൗട്ടിങ്. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ഒരു സിസ്റ്റം റിമൂവ് ആവുകയോ ഷട്ട് ഡൗൺ പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, അവർ ലീവ് റിപ്പോർട്ട് തന്നിട്ടില്ല ബട്ട് അത് ഷട്ട് ഡൗൺ പോവുകയോ റിമൂവ് ആവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ചേഞ്ചസ് നമ്മുടെ മൾട്ടി കാസ്റ്റ്, അതായത് ലോയൽ നെറ്റ്വർക്ക്സിൽ അവർക്ക് ചേഞ്ചസ് വരുത്തണം. അപ്പോൾ ഈ മോണിറ്ററിങ് മെമ്പർഷിപ്പ് എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ഈ മെമ്പർഷിപ്പ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും ഈ മൾട്ടി കാസ്റ്റ് റൗട്ടിങ്. ഡിലേഡ് റെസ്പോൺസ് ടു പ്രിവെൻറ്റ് അൺനെസസറി ട്രാഫിക്, IGMP ഗീവ്സ് എ ഡിലേഡ് റെസ്പോൺസ് സ്ട്രാറ്റജി. അപ്പം ഈ ട്രാഫിക്സ് സിറ്റുവേഷനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി IGMP ഒരു ഡിലേഡ് റെസ്പോൺസ് സ്ട്രാറ്റജി നൽകുന്നു. വെൻ എ ഹോസ്റ്റ് ഓർ റൗട്ടർ റിസീവ് എ query മെസ്സേജ്, ഇറ്റ് ഡസ് നോട്ട് റെസ്പോണ്ട് ഇമ്മീഡിയറ്റ്ലി, ഇറ്റ് ഡിലേസ് ദി റെസ്പോൺസ്. അപ്പോൾ ഒരു ഹോസ്റ്റ് റൗട്ടർ ഒരു query മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് റെസ്പോൺസ് തരാൻ ഇമ്മീഡിയറ്റ്ലി അത് റെസ്പോൺസ് തരിക, അതല്ലെങ്കിൽ എന്താ നമ്മൾ പറയുക, റെസ്പോൺസ് ഡിലേ എന്നാണ് പറയുന്നത്. ഈച്ച് ഹോസ്റ്റ് ഓർ റൗട്ടർ ഈസ് എ റാൻഡം നമ്പർ ടു ക്രിയേറ്റ് എ ടൈമർ വിച്ച് എക്സ്പയർ ബിറ്റ്വീൻ 1 and 10. അപ്പോൾ ഓരോ റൗട്ടറും ഹോസ്റ്റും ഇങ്ങനെ സെൻഡ് ചെയ്യുന്ന കുറേ മെസ്സേജുകൾക്ക് റെസ്പോൺസ് ഇത്ര ടൈമിനുള്ളിൽ കിട്ടണം എന്നുള്ള ഒരു ടൈമർ സെറ്റ് ചെയ്ത് വെക്കുന്നു. ദി എക്സ്പയറിംഗ് ടൈം ക്യാൻ ബി ഇൻ സ്റ്റെപ്പ് ഓഫ് വൺസ് ഓർ ലെസ്. എ ടൈമർ ഈസ് സെറ്റ് ഫോർ ഈച്ച് ഗ്രൂപ്പ് ഇൻ ദി ലിസ്റ്റ്. അപ്പോൾ എന്താ ചെയ്യുക, നമ്മൾ പാക്കറ്റ് സെൻഡ് ചെയ്തു, തിരിച്ച് റെസ്പോൺസ് വിത്തിൻ 10 സെക്കൻഡ്സിനുള്ളിൽ കിട്ടിയില്ലെങ്കിൽ അവർ എന്താണ് മനസ്സിലാക്കുക, ആ ഒരു മെസ്സേജ് പർട്ടിക്കുലർ ഹോസ്റ്റ് അല്ലെങ്കിൽ റൗട്ടറിൽ എത്തിച്ചേർന്നിട്ടില്ല, വീണ്ടും ആ ഒരു മെസ്സേജ് സെൻഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിലേഡ് റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള IGMP ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. താങ്ക്